വൈൻ കൊണ്ടുള്ള പ്ലം കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ തൊലി, ഒരു ടീസ്പൂൺ. നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആ സോക്ക് ചെയ്ത് വെച്ചുള്ള വൈനും കൂടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അരിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരിച്ചെടുക്കാം. ഈ പൊടികൾ 2-3 പ്രാവശ്യം നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ച പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊരു ലോ ഫ്ലെയിമിലെ പോലെ മെൽറ്റായി വരണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനായി കാരമലായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചൂടാറാനായിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്ക് ആക്കാനുള്ള ബട്ടർ ഒരു 50 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കാം. ബട്ടർ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അതിലും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതിലേക്കൊരു 2 കരയാമ്പൂവും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടിക്കുന്ന ഇതിൽ കൂടെ തന്നെ 2 എണ്ണം ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ചായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗറും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാനുണ്ട്. ഓരോ മുട്ടയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടിച്ച് വെച്ചിട്ടുള്ള പൊടികളും നട്ട്സ് കുറേശ്ശായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് പൊടി ഇടാം. പതുക്കനെ മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കുക.
മിക്സും പൊടിയും ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വൈനും ഓറഞ്ചിൻ്റെ തൊലി രണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ആക്കി വെച്ച കാരമൽ സിറപ്പില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ആണ്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ടൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കാഷ്നട്ടൊക്കെ താഴ്ന്നു പോയി വേറെ കാഷ്നട്ടൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താണ്. ഒരു 50-55 മിനിറ്റ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. നല്ലൊരു ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ഒരു ദിവസം 1-2 ദിവസം വെച്ച് അതിനുശേഷം കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൈനോ അങ്ങനെ ഉണ്ടാവില്ലേ, അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.